ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ സർവവും ത്യജിച്ച് തീക്ഷ്ണതയോടെ യാത്ര ചെയ്യുന്ന യുവവൈദികരുടെ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാം. ഇത് ദിവ്യരക്ഷക സഭാംഗമായ ഫാദർ ബിജു മഠത്തിക്കുന്നേൽ അക്ഷരക്കൂട്ടുകളാൽ ബസാലേൽ എന്ന നോവൽ അടക്കം അനേകം വ്യത്യസ്തതയാർന്ന പുസ്തകങ്ങൾ എഴുതുകയും വർണ്ണക്കൂട്ടുകളാൽ അനേകം ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത കലാകാരനായ വൈദികൻ. ഇപ്പോൾ ദിവ്യരക്ഷക സഭയുടെ വത്തിക്കാനിലെ കാര്യാലയത്തിൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതിനോടൊപ്പം അനേകം വ്യത്യസ്തതയാർന്ന സുവിശേഷ പ്രഘോഷണ മുന്നേറ്റങ്ങളിലും ബിജു അച്ഛൻ വ്യാപൃതനാകുന്നു. നവയുഗത്തിലെ തൻ്റെ നവ്യമായ ക്രിസ്തു അനുഭവങ്ങളെ ഇതാ ഈ വൈദികൻ നമ്മോട് ആർദ്രമായി പങ്കുവെക്കുന്നു. അച്ഛാ, ശാലോം ടി വിയുടെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. സ്വാഗതം. ഫാദർ ബിജു മഠത്തിക്കുന്നേൽ അച്ഛൻ മുട്ടുചിറ ഇടവക്കാരനാണ്. ഇന്ന് റിഡംപ്റ്ററിസ്റ്റ് കോൺഗ്രിഗേഷനിൽ CSSR റിഡംപ്റ്ററിസ്റ്റ് കോൺഗ്രിഗേഷനിൽ അംഗമാണ്. അതിൻ്റെ അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പ്രധാനമായിട്ടും പങ്കുവച്ചത് അച്ഛൻ്റെ ആ ഒരു കോൺഗ്രിഗേഷനിൽ അച്ഛൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള മനോഹരമായ ഒരു ജീവിതാനുഭവമാണ്. പ്രത്യേകിച്ച് ഒരു കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ മാത്തമാറ്റിക്സിൽ ബിരുദം കഴിഞ്ഞതിന് ശേഷമാണ് വൈദികനാവാൻ ചേരുന്നതും പഠിക്കുന്നതും പരിശീലനങ്ങളിൽ കടന്നു പോകുന്നതെല്ലാം. പക്ഷെ ഓരോ വഴിയിലും കുടുംബത്തിൻ്റെ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാഹചര്യങ്ങളിലും പിന്നീട് വൈദിക പരിശീലന കാലഘട്ടത്തും ഇന്ന് ഈ നിമിഷം വരെയും ധാരാളം വെല്ലുവിളികളും ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോഴും ദൈവം താങ്ങായി നിന്ന് അച്ഛനെ വഴി നടത്തുന്ന അനുഭവങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. അതുപോലെ റോമിലാണ് അച്ഛനിപ്പോൾ കോൺഗ്രിഗേഷൻ്റെ മീഡിയ ഡയറക്ടർ എന്ന നിലയിൽ റോമിലാണുള്ളത്. അച്ഛൻ മാർപ്പാപ്പയെക്കുറിച്ചുള്ള ധാരാളം അനുഭവങ്ങൾ അച്ഛനുണ്ട്. ചില കാര്യങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി ആദ്യത്തെ എപ്പിസോഡിൽ. എങ്കിലും ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എൻ്റെ ആദ്യ ചോദ്യം അച്ഛനോട് വളരെ പേഴ്സണലാണ്. അച്ഛൻ ഇത്രയും വർഷം ഇപ്പോൾ അച്ഛന് എനിക്ക് തോന്നുന്ന ഒരു 42 വയസ്സായിട്ടുണ്ടാവണം അച്ഛന്. അപ്പോൾ ആ ഒരു 42 വയസ്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ഇത്രയും കാലഘട്ടത്തിൽ അച്ഛൻ്റെ വാക്കുകളിൽ വളരെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചതാണ് ഈ ദൈവസ്നേഹ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം നടത്തുന്നതിൻ്റെ. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നുണ്ട്? കുറേ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ഉള്ള രീതിയിൽ വഴി നടത്തുന്ന ഒരു സാന്നിധ്യം, ആരുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഞാൻ റീജൻസി ചെയ്യുന്നൊരു സമയത്ത് അച്ഛനാകുന്നതിന് മുമ്പ് ഞാനതൊരു ബസാലയിൽ എന്ന് പറയുന്ന നോവലിൽ ഒരു ചെറിയ ആത്മകഥാംശം പോലെ എഴുതിയിട്ടുണ്ട്. എന്നോട് എപ്പോഴും ഇങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ സഭ വിട്ട് പോരണം, നല്ല ജോലി ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ രീതിയിൽ പറയായിരുന്നു. കാരണം വീട്ടിൽ അന്നപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് വ്യക്തിപരമായും മാനസികമായിട്ടും തടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് വീണ്ടും ഈ കത്ത് കിട്ടുകയാണ്. നീ ഇത് ഉപേക്ഷിച്ചിട്ട് പോകാം, വെറുതെ നീ നിൻ്റെ ജീവിതം വേസ്റ്റ് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞു. അന്ന് തന്നെ വന്ന ഒരു കത്തിൽ എന്നെ, അന്ന് കോളേജിൽ എന്നെ പഠിപ്പിച്ച വേറൊരു സാറ് ഒരു കത്തയച്ചു. അദ്ദേഹം കോളേജിൽ നിന്ന് രാജിവെച്ചിട്ട് വിദേശത്ത് ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ആ സാർ എനിക്ക് എഴുതി, എന്ത് വില കൊടുത്തും ഈ ജീവിതത്തിൽ തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് 2 പേരുടെ എഴുത്ത് ഒരേ ദിവസം വന്നു എന്നുള്ളതാണ്. അതൊരു യാദൃച്ഛികതയായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, പലപ്പോൾ ചില സമയത്ത് ചെറിയ രീതിയിൽ എങ്ങനെയാണ് ദൈവം ഇടപെടുന്നതെന്ന്. ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ പ്രത്യാശയോടെ നിൽക്കുമ്പോൾ ദൈവം ഇടപെടുന്നൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലെ ഒരു വലിയ ഒരാഗ്രഹമായിരുന്നു ഒരു സോളോ പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തണം എന്നുള്ളത്. അങ്ങനെ ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്താണ്, 2002 ആദ്യമായിട്ട് ഞാനൊരു പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തുന്നത്, തിയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെ എക്സിബിഷൻ നടത്തുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. അപ്പോൾ വന്ന് ബാംഗ്ലൂരിൽ ഉള്ള ഗ്യാലറികളിലെല്ലാം പോയി പല രീതിയിൽ അന്വേഷിച്ചു. പക്ഷേ അവരാരും അമച്വേഴ്സ് ആയിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ സ്പോൺസർ ചെയ്യില്ല. കാരണം അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ നടത്തണമെന്ന് നല്ല എക്സ്പെൻസ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി, ആദ്യം പടങ്ങളൊക്കെ വരച്ച് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി, ആ പ്രൊഫൈല് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വേറൊരു ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ കുറേ ഗ്യാലറിയിൽ കൊടുത്തു വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ടൈം ആൻഡ് സ്പേസ് ആർട്ട് ഗ്യാലറി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിരിക്കുന്ന ഒരു ഗ്യാലറിയിൽ ചെന്നപ്പോഴത്തേക്കും അവർക്ക് ഈ പടങ്ങൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവരെന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഈ പെയിൻറ്റിങ് എക്സിബിഷൻ ചെയ്തിട്ട് അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 50%
ദരിദ്രർക്കുള്ളതാണ്. അപ്പോൾ അതൊന്നും ഞാൻ തുടരുന്നൊരു കാര്യമാണ്. പെയിൻറ്റിങ് എക്സിബിഷൻ ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ 50% പാവപ്പെട്ടവർക്കായിട്ട് കൊടുക്കുക. അത് ഞാൻ സഭയിലെ അതിൻ്റെ അധികാരികളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിയോഗം എൻ്റെ മനസ്സിലുണ്ട്. ഈ ഒരു നിയോഗത്തോടു കൂടി ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു, ഇതാണ് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് എക്സിബിഷൻ നടന്നത് പ്രൊഫഷണൽ ആയിരിക്കുന്ന ആളുകളുടെയാണ്. ഞാനൊരു അമച്വറാണ്, അല്ല ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ എക്സിബിഷൻ നടത്താനായിട്ട് ഇവരെൻ്റെ ഇത് പെയിൻറ്റിങ് കണ്ടിട്ട് അവർ സമ്മതിച്ചു. അവർ പറഞ്ഞു ഞാൻ ഈ എക്സിബിഷൻ ഗാലറി എക്സിബിഷൻ സ്പോൺസർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായി. അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടക്കുന്നു. എക്സിബിഷൻ്റെ ദിവസം വരുന്നു. 28 പെയിൻറ്റിങ്ങുകളാണ് അന്ന് എക്സിബിഷൻ ഉണ്ടായിരുന്നത്, ഗാലറിയിലുണ്ടായിരുന്നത്. എല്ലാം കൊണ്ടുവന്ന് തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് ഗാലറിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇനാഗ്രേഷൻ്റെ സമയമാകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗാലറിയുടെ താക്കോല് കാണാനില്ല. കൃത്യം ആളുകളെല്ലാം ഇങ്ങനെ വന്ന് പുറത്ത് നിൽക്കുകയാണ്. വിശിഷ്ടാതി വരാനായിട്ട് ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഗാലറിയുടെ ഓണർ ഒരു സ്ത്രീയാണ്. അവർ ഇങ്ങനെ പല രീതിയിൽ അന്വേഷിച്ച് പരിഭ്രാന്തയായി. പിന്നെ ഒടുവിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഈ അതിൻ്റെ വാതിൽ പൊട്ടിച്ചിട്ടാണ് അന്ന് ഗാലറി തുറക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിരിക്കുന്നൊരു ടെൻഷനായി ആ ഒരു സമയത്ത്, വല്ലതും നടക്കുമോ എന്നുള്ള കാര്യം. രണ്ടാമത് അന്ന് എൻ്റെ അതേ പ്രൊവിൻഷ്യലായിരുന്ന ജോർജ് അരീക്കൽ എന്ന് പറഞ്ഞ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്തു, ഇനി പൈസ നഷ്ടം വന്നാലും സാരമില്ല, എങ്കിലും പൈസ നഷ്ടപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം നമ്മൾ ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി, നമുക്കറിയാം ഒരുപാട് ചിലവുണ്ട് ഒരു എക്സിബിഷൻ നടത്താനായിട്ട്. അപ്പം അച്ഛൻ്റെ അകവഴിഞ്ഞ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ഈ എക്സിബിഷൻ നടത്തുമ്പം ഈ സംഭവം നഷ്ടമാകരുതെന്നൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട്. എക്സിബിഷൻ തുടങ്ങി, അതിൻ്റെ ഒരു ചെറിയൊരു ചടങ്ങോടുകൂടി എക്സിബിഷൻ തുടങ്ങി. 1 മണിക്കൂർ കൊണ്ട് ആ 28 പെയിൻറ്റിങ് 14 പെയിൻറ്റിങ് വിറ്റ് എൻ്റെ മുഴുവൻ മുടക്കുമുതലും എനിക്ക് തിരിച്ചു കിട്ടി. 1 മണിക്കൂർ കൊണ്ട്. ദൈവത്തിന്. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ, അപ്പോൾ ആദ്യത്തെ അനുഭവം, ആദ്യത്തെ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് ആ പെയിൻറ്റിങ്, നമുക്കൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പെയിൻറ്റിങ് വിൽക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അന്ന് ഏകദേശം ഒരു ഈ പറയുന്ന 1500-2000 രൂപ റേഞ്ചിലാണ് അന്ന് പെയിൻറ്റിങ് വിൽക്കുന്നത്, നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഭയങ്കരമായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ ഒരു ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. പിന്നീട് പല സമയത്തും പല കാര്യങ്ങളിലൊക്കെ വന്നപ്പോൾ ഇതുപോലെ നിർണായകമായിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, എണ്ണിയാൽ പറയാൻ തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പെയിൻറ്റിങ്ങിൻ്റെ ഏരിയ തന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇന്നച്ഛൻ ധാരാളം എക്സിബിഷൻസ് അതിനുശേഷം ചെയ്തിട്ടുണ്ട്, ധാരാളം പെയിൻറ്റിങ്സ് ഉണ്ട്. ഈ ചിരിക്കുന്ന ഈശോയുടെ മുഖം, സ്മൈലിംഗ് ജീസസ് എന്ന് പറഞ്ഞൊരു അച്ഛൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇത് നമ്മുടെ അച്ഛൻ്റെ ഒരു വൈദിക ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കലയെ ഇത്രമാത്രം ഭംഗിയായിട്ട് ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനും കൂടി ഉപകാരപ്പെടുത്തുന്ന വിധത്തിൽ എങ്ങനെ അച്ഛന് ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു വെച്ചാൽ, അല്ലെങ്കിൽ അച്ഛൻ ഒന്ന് പറയാമോ കൂടുതൽ ഇതിനെക്കുറിച്ച്? പെയിൻറ്റിങ് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു ഇൻബോണായിട്ടുണ്ടായിരുന്ന ഒരു കഴിവാണ്. അത് കൂടുതലായിട്ട് എനിക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചത് ഇങ്ങനെ സെമിനാരിയിൽ വന്നിട്ട് സഭാധികാരികളാണ്. എൻ്റെ സഭയിലെ സഹോദരന്മാരുടെയും അധികാരികളുടെയും സപ്പോർട്ട് കൊണ്ടാണ് അതിനകത്ത് പിന്നീട് എനിക്ക് കൂടുതൽ ചെയ്യാനും വളരാനും ഒക്കെ സാധിച്ചത്. പ്രധാനമായിട്ടും പെയിൻറ്റിങ്ങിനെ ഞാൻ കാണുന്നത് മറ്റധികം ആളുകൾക്കില്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വൈദികരായിരിക്കുന്ന സന്യസ്തരായിരിക്കുന്നവർ അധികം ഉപയോഗപ്പെടുത്താത്തൊരു കഴിവാണ്. അപ്പം ഉള്ളവരാണെങ്കിൽ പോലും തന്നെ ഒരു പേഴ്സണലായിരിക്കുന്ന രീതിയിലേക്ക് അത് ഒതുങ്ങി പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യത്തെ എക്സിബിഷൻ നടത്തുന്ന അവിടെ ഒരു ചേരിയിലെ കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ വേണ്ടിയാണ്. ആ ഒരു കാര്യം, ഞാൻ ഈ ഒരു നിയോഗം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ തൊട്ട് ആ ഒരു കാര്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. നമുക്ക് 2 രീതിയിൽ ഒരു പെയിൻറ്റിങ് എക്സിബിഷനിലൂടെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ ആശയങ്ങൾ വെച്ചുകൊണ്ട് ആളുകളോട് സംവദിക്കാം. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞത് ഇതുപോലൊരു സെയിൽ വാല്യൂ പെയിൻറ്റിങ്ങിനുള്ളത് കൊണ്ട് അതിൻ്റെ പണം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന രീതിയിൽ ചിലവഴിക്കാനായിട്ട് സാധിക്കും. ഇന്നും അച്ഛന് കിട്ടുന്ന ഇതിൻ്റെ 50% പ്രോഫിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. സാധാരണ എക്സിബിഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ഇതിൻ്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. കാരണം അത് എനിക്ക് ദൈവം തന്നൊരു കഴിവ്, അത് ലെസ് പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. ഈ 2 ആശയങ്ങൾ എപ്പോഴും ഉണ്ട്. ഒന്ന്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിലൂടെ ഒരാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചായിരിക്കും പലപ്പോഴും എക്സിബിഷൻ നടത്തുക. രണ്ടാമത്, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ, ലെസ് പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചിരിക്കുന്ന ഈശോയുടെ കാര്യം പറഞ്ഞു, അത് വളരെ കോൺട്രവേഴ്സ്യലായിരിക്കുന്ന ഒരു ചിത്രമായി മാറി. കാരണം നമ്മുടെ മനസ്സിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു ചിത്രമുണ്ട്. എപ്പോഴും വളരെ ഗൗരവപ്രകൃതക്കാരനായിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നതും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും. കാരണം മനുഷ്യനായ ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു ഇങ്ങനെ ഗൗരവത്തോടെ ഇരിക്കുന്നവനാണെന്നൊരു ധാരണ ഒരുപാട് ആളുകൾക്ക് ഉണ്ട്. കാരണം ഇവരാരും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. അതിന് ചില ആളുകൾ ചോദിക്കുന്നത്, ബൈബിളിൽ ഒരിക്കൽ പോലും ക്രിസ്തുവിനെ ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നാണ്. ഒരിക്കലും ബൈബിളിനകത്ത് പറയുന്നില്ല.
അതേസമയത്ത് ക്രിസ്തു കരഞ്ഞു എന്ന് ഒരു പ്രാവശ്യം പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞ മറുപടി ഇതാണ്. ഒന്ന്, ഈ കുട്ടികൾ ഈ ഒരാളുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഗൗരവപ്രകൃതിയായ ഒരാളുടെ അടുത്തും കുട്ടികൾ ഓടിച്ചാടി ചെല്ലില്ല. അപ്പോൾ എപ്പോഴും ഈശോ ചെല്ലുന്നിടത്ത് കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം തന്നെ ഈശോ വളരെ, ഇപ്പോൾ നമ്മൾ മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞ പോലെ ആളുകളോട് വളരെ ഹൃദ്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കണം എന്ന് ഒരു സാമാന്യ ബുദ്ധിക്ക് നമുക്ക് അനുമാനിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളൊരു സ്വഭാവ സവിശേഷത ഒരിക്കലും നമ്മൾ എഴുതി വെക്കില്ല. ഇപ്പോൾ ഞാനൊരു എപ്പോഴും ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ ദിവസവും ചിരിക്കുന്നു, ചിരിച്ച ആളുകളോട് ഇടപെട്ട ഒരാളാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അത് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്നെ സ്വാധീനിച്ചത് റോജർ യങ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ജീസസ് എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയിൽ ഒരു വലിയൊരു സീനുണ്ട്. അതിനകത്ത് ഈശോ ശിഷ്യന്മാരും കൂടെ നടന്നു പോകുമ്പോഴേക്കും ഒരു കുട്ടി ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയുടെ ഉടുപ്പെ പിടിച്ച് വലിക്കുമ്പോൾ എന്നിട്ട് ഈ ഉടുപ്പെ പിടിച്ച് വലിച്ചിട്ട് ഈ കുട്ടി മുമ്പോട്ട് ഓടിപ്പോകും. അപ്പോൾ ഈശോ ഈ കുട്ടിയുടെ പുറകെ ഓടി ചെന്നിട്ട് ആ കുട്ടിയുടെ 2 കൈയിലും പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്ന ഒരു സീൻ ആ സിനിമയ്ക്കകത്തുണ്ട്. അതൊരു ഏരിയൽ ഷോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിനകത്ത് മനുഷ്യൻ്റെ മാനുഷികതയോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾക്ക് ഈ ദൈവപുത്രൻ ഭാഗഭാക്കായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയും ചെയ്ത് നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. കാരണം പലപ്പോഴും ദൈവത്തെ നമ്മളൊരു അകലത്തിൽ വെച്ചിരിക്കുക, നമ്മളുണ്ടാക്കിയിരിക്കുന്ന ചട്ടക്കൂടിനകത്ത് ദൈവത്തെ വെച്ചിരിക്കുക. അല്ലാതെ ദൈവം ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആകാമോ എന്ന് പോലും ചിന്തിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവം ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം അതുതന്നെയാണ് അന്നത്തെ കാലത്ത് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. കാരണം രക്ഷകനായിരിക്കുന്ന ആൾ രക്ഷകൻ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അതെല്ലാ കാലത്തിലും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആത്മീയ ചട്ടക്കൂട്ടിനകത്തേക്ക് ദൈവത്തെ ഇറക്കി വെക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മൾ ശരിക്കും ദൈവത്തെ കേൾക്കാൻ പറ്റാതെ വരും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കകത്ത് ദൈവത്തെ നമ്മുടെ ഒരു ആശ്വാസനം, നമ്മുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ആത്മീയ ചര്യകൾക്കകത്ത് ദൈവം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സംതൃപ്തിപ്പെടുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ദൈവാനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിയെന്ന് വരത്തില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ചിരിക്കുന്ന ക്രിസ്തു ഞാൻ വരച്ചു കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വളരെ നെഗറ്റീവായിട്ട് അതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടായി. ക്രിസ്തു ഒരിക്കലും ചിരിച്ചിട്ടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ അതേ രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട്, ഞാനല്ല ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത്, ലോകത്ത് പല ആർട്ടിസ്റ്റുകളും വരച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രത്യേക രീതിയിൽ അങ്ങനെ വരയ്ക്കണമെന്ന് തോന്നി ഞാൻ ആ ഒരു ചിത്രം വരച്ചു. അത് പെട്ടെന്ന് പോപ്പുലറായി എന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്കറിയാവുന്ന കുറേ ആളുകളുടെ ജീവിതത്തെ വളരെയേറെ ആഴത്തിൽ സ്വാധീനിക്കുകയും വളരെ സമാശ്വാസം നൽകുകയും ചെയ്തു. ചിരിച്ചിരിക്കുന്ന ഒരു മുഖം ഒരാൾക്ക് നൽകുന്നത് എത്ര വലിയൊരു സമാധാനമാണ്. സംശയമില്ലല്ലോ. കാരണം ഞാൻ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ആ ഒരു സന്തോഷത്തോടെ ഇടപെടുന്നതാണ്. അപ്പോൾ ഈശോയുടെ മുഖം ചിരിച്ചു കാണുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മീയത എന്ന് പറയുന്ന ഗൗരവം മാത്രമുള്ളൊരു കാര്യമാണ്, ചിരിക്കോ കളിക്കോ ആത്മീയതയ്ക്ക് സ്ഥാനമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണതയിലാണ് ദൈവമെന്നും അതാണ് ആത്മീയതയെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അച്ഛന് ഈ ചിത്രകല അച്ഛൻ്റെ ഒരു പടം വരയ്ക്കുന്ന കഴിവ് പോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അച്ഛൻ ഒരു പ്രേക്ഷിത വൃത്തിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് ആദ്യ എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ എഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. അച്ഛൻ എനിക്ക് ബസാലയെക്കുറിച്ച് ആദ്യ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം, ബസാല എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അത് ആ സമയത്ത് തന്നെ എഴുതാൻ അച്ഛൻ എടുത്ത ഒരു നിശ്ചയം, അത് തന്നെ ആവട്ടെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ എഴുത്തിൻ്റെ മേഖലയിൽ മുമ്പോട്ടും. കാരണം സമയബന്ധിതമായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് അച്ഛൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെ ഒരു ദൈവഹിതങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്രേക്ഷിത വേലയായി തുടരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛന് ഞാൻ ഒരു കാര്യം, അച്ഛൻ ഇന്ന് മീഡിയ ഡയറക്ടറാണ് അച്ഛൻ്റെ കോൺഗ്രിഗേഷൻ്റെ. ധാരാളം രാജ്യങ്ങളിൽ അച്ഛൻ ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, ഇല്ലേ? ഒത്തിരി രാജ്യങ്ങളിൽ. എത്ര രാജ്യത്തെ യാത്ര ചെയ്യുമെന്ന് ചോദിക്കണം. എത്ര രാജ്യത്തെ യാത്ര ചെയ്തിട്ടുണ്ട് അച്ഛൻ? 23. വലിയൊരു സംവത്സരം, വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ അച്ഛനോട് ചോദിക്കണം, മീഡിയ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ ഒരു മുഴുവൻ പൾസ് അറിയാവുന്നവരെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടംപററി സിറ്റുവേഷൻ, ഇന്നത്തെ വേൾഡിൽ ഈ റിയാലിറ്റീസിൻ്റെ ഒക്കെ നടുവിൽ അച്ഛനും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷേ അച്ഛന് കൂടുതൽ അറിയാവുന്ന ഈ യാഥാർത്ഥ്യങ്ങളുടെ എല്ലാം നടുവിൽ നല്ല മിഷണറി വൈദികർക്ക് ധാരാളം സാധ്യതകളില്ലേ, റോളുകളില്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും ഈ ടെക്നോളജിക്കലായിരിക്കുന്ന മാറ്റങ്ങൾ വരുന്ന അത് പോകുന്ന ഒരു ജോമെട്രിക്കൽ പ്രോഗ്രഷനില്ല.
അതായത് എക്സ് സ്ക്വയർഡ് എക്സ് അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വളരെ സ്പീഡിലാണ് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മുടെ ലോകത്തെ പെട്ടെന്ന് അങ്ങോട്ട് വലിയൊരു വേർതിരിവുണ്ടാക്കി. ചില ആളുകൾക്ക് അതിനകത്ത് പ്രവേശിക്കാനായിട്ട് മടിയാണ്, ചില ആൾക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയില്ല, ചില ആളുകൾ അതിനകത്ത് അഡിക്റ്റഡ് ആണ്, ചില ആളുകൾ ഉത്തരവാദിത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കുറേ നാളുകൾക്ക് മുമ്പ് വരെ, ഉദാഹരണത്തിന് നമ്മുടെ സഭയുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സഭ എന്ന് ഞാൻ പറയുമ്പോൾ ഹൈറാർക്കി മാത്രമല്ല, പൊതുവേ വിശ്വാസികളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് മാധ്യമങ്ങൾ വന്നപ്പോൾ നമ്മളതിനെ, ആദ്യമായിട്ട് TV വന്നപ്പോൾ നമ്മളെല്ലാവരും അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. അത് നമ്മളെ എങ്ങനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തെ കണ്ടിട്ട് TV കാണരുത് അല്ലെങ്കിൽ സിനിമ കാണരുത് എന്നൊക്കെ രീതിയിലേക്കാണ് ആളുകൾ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന്. ഓക്കെ, ഈ ഇൻ്റർനെറ്റും ആണെങ്കിലും അങ്ങനെ ഒരു ഇതിലുണ്ട്. കൂടുതൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അതിനെ പെട്ടെന്ന് അങ്ങനെ ചില അരുതുകളിലേക്കൊക്കെ വന്നു. നമ്മളൊരു കൗണ്ടർ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചില്ല. ഈ സിനിമയുടെ തലത്തിലാണെങ്കിൽ സഭ എന്ന രീതിയിലോ അല്ലെങ്കിൽ സഭ എന്ന രീതിയിൽ സഭയിലുള്ള ആളുകൾ ഒരു വാല്യൂ ബേസ്ഡ് ആയിരിക്കുന്ന ഒരു കൗണ്ടർ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുതിയ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നത് നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ചയാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഈ മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം പിറകിലാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. മാധ്യമങ്ങൾ കൈയാളുന്നവർ എന്ന് പറയുന്നത് ഈ വെസ്റ്റഡ് ആയിരിക്കുന്ന ഇൻട്രസ്റ്റഡ് ആളുകളാണ്, സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങളുള്ള മൾട്ടിനാഷണൽ കമ്പനികളൊക്കെയാണ്. നമ്മളെപ്പോഴാണ് ഗൗരവമായിട്ട് ജീവിതത്തെ കാണുന്നത്. ഉദാഹരണത്തിന് ഇപ്പം മാർപ്പാപ്പ പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട് ലൗദാത്തോ സിയിലൂടെ. നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നത്. നമ്മൾ ആക്രമിക്കപ്പെടുന്നത് വരെ, നമ്മളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നതുവരെ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ മാധ്യമം എന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെ അതിപ്രസരമാണ്, മാധ്യമങ്ങളിലൂടെയുള്ള ഒരു സ്വാധീനത്തിൻ്റെ അതിപ്രസരമാണ് ശരിക്കും നമ്മുടെ ഒരു സമൂഹത്തിനകത്ത് ഉള്ളത്. കാരണം വലിയൊരു സമയം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവജനങ്ങൾ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെ കൺസംഷനിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ആണ്. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തിടെ മാർപ്പാപ്പ പറയുകയുണ്ടായി, അതായത് പെരിഫറിയിലേക്ക് പോവുക, അതിരുകളിലേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകളിലൊന്നാണ്. അപ്പം നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ജോഗ്രഫിക്കലായിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരു തരത്തിൽ അത് ശരിയാണ്. ആളുകൾ, പാവപ്പെട്ട ആളുകളുണ്ട്, ഇതുവരെ വേണ്ടത്ര ഇത് കിട്ടാത്ത ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ യുവജനങ്ങളെല്ലാം തന്നെ സഭയുടെ അതിരിന് പുറത്താണ്. കാരണം അവരെ വല്ലാത്ത രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവർ പോലും അറിയാതെ അവരെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിന് നല്ലൊരു സമയം ചെലവഴിക്കുന്നത് ഈ കമ്പ്യൂട്ടറിലൂടെ അവർ പ്രവേശിക്കുന്ന ഈ വെർച്വൽ റിയാലിറ്റി ആണ്, ആ ഒരു ലോകമാണ്. ആ ലോകത്ത് ചിലവഴിക്കുകയും ആ ഒരു ലോകം റിയലായിട്ട് വിചാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. അവരെ ഈ സ്വാധീനിക്കുന്നത് ഈ പറയുന്നത് പോലെ സ്വാർത്ഥ താല്പര്യമുള്ള കമ്പനികളും ഉപഭോക്തൃ സംസ്കാരവും ഒക്കെയാണ്. ഈ സംസ്കാരം നിലനിൽക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരു പെരിഫറിയാണ്. ആ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു അപകടം സെക്യുലറിസമാണ്. ഒരു വാല്യൂ ബേസ്ഡ് അല്ലാത്ത രീതിയിൽ മൂല്യങ്ങളെ കാണാതെ, പ്രത്യേകിച്ചും വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനും പ്രൈവസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഈഗോയിസ്റ്റിക് ആയിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. അവർ എല്ലാത്തിനെയും നിയമങ്ങൾ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും, ഒരു സോഷ്യൽ ഓർഡറിനെ നിയമങ്ങൾ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും, സ്നേഹം ഇല്ലാതിരിക്കുകയും മറ്റുള്ളവരെ ദൈവം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരിക. ഈ ഒരു ലോകത്ത്, വളരെ സെക്യുലറൈസ്ഡ് ആയിരിക്കുന്ന ലോകത്ത് എങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കും എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല, അധികം ആളുകൾ ചിന്തിക്കുന്നില്ല. ഈ ലോകത്തേക്ക് നമുക്ക് എത്താൻ പറ്റുക ഈ പറയുന്നത് പോലെ ഒരു ലേബൽ വെച്ചുകൊണ്ടൊന്നുമല്ല, അത് ഈ മാധ്യമങ്ങളോട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിൽ ഇൻ്റർനെറ്റിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പിന്നെ അത് ഫോർ എവർ ഇറ്റ് ഈസ് ഗോയിങ് ടു റിമെയിൻ ദർ ആസ് ലോങ് ആസ് ഇൻ്റർനെറ്റ് ഈസ് ദർ. ആ ഇൻ്റർനെറ്റ് ഉള്ളിടത്തോളം കാലം അതുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്തെ ഏറ്റവും വലിയ പ്രിൻറ്റിംഗ് മെഷീനാണ് ഇൻ്റർനെറ്റ്. ഏത് രീതിയിലുള്ള കാര്യമാണ്, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് മില്യൺസ്, എത്ര ആളുകൾ ആണോ ഡൗൺലോഡ് ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമേറ്റഡ് ആയിരിക്കുന്ന രീതിയിൽ ജോഗ്രഫിക്കൽ റീച്ചും ലോകം മുഴുവൻ പോകും. അത്രയും പൊട്ടൻഷ്യൽ ഒരു കാര്യമാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം എടുക്കുക, പ്രീച്ചിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല മൂല്യം കൊടുക്കുക എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബൈബിൾ എടുത്തിട്ട് ഒരു പ്രസംഗം പറയുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്, ഒരു സന്ദേശം പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്തിലുള്ള ആൾ, പ്രത്യേകിച്ച് സെക്യുലറൈസ്ഡ് ആയിരിക്കുന്ന ഒരു കൾച്ചർ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇവരിലൊന്നും നന്മയില്ലൊന്നുമല്ല, ഇവരെല്ലാവരും നന്മയുണ്ട്. പക്ഷെ അവരറിഞ്ഞ രീതിയും അവരുടെ ഉള്ളിലെ നന്മ പ്രശോഭിപ്പിക്കപ്പെടുന്ന രീതിയും ഒക്കെ വ്യത്യസ്തമാണ്. ആ ഒരു തലത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്.
നമ്മുടെ ലേബൽ വെച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അവരുടെ നന്മയെ ഉണർത്തുന്ന മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന നല്ല പ്രോഗ്രാമുകളിലൂടെ, അത് പല രീതിയിലുണ്ട്. ടെക്സ്റ്റ് മീഡിയം ആയാലും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയം ആയാലും ഏത് മീഡിയം ആയാലും കുഴപ്പമില്ല. പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയിൽ കുറച്ചുകൂടെ തുറവിയുള്ളൊരു മനസ്സോടുകൂടി എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ആളുകളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരെല്ലാവരും ഒരുപക്ഷെ നമ്മളിപ്പോൾ വലിയ വലിയ പള്ളികളൊക്കെ പണിയുന്നുണ്ട്. ഈ വളരെ താമസിയാതെ തന്നെ യൂറോപ്പിൻ്റെ അവസ്ഥ എവിടെ ഉണ്ടാവും. ഇന്ന് ഈ കൂട്ടത്തോടെ ഇടിച്ചു കയറുന്ന ആളുകളൊന്നും കുറച്ച് നാൾ കഴിയുമ്പോൾ, കാരണം 2-3 ജനറേഷൻ കഴിയുമ്പോൾ കൾച്ചർ മാറുവാണ്. കൾച്ചറിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിൽ പലരും കുറേ ആളുകൾക്ക് ഒരു മൂഢസ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവരാ, മുന്നോട്ട് പോയി കാര്യങ്ങളെ കാണാൻ കഴിയാത്തവരാ. ഈ ചേഞ്ചിനെ കാണാൻ പറ്റാതെ അവരുടെ അന്നേപ്പോഴത്തെ ഒരു ഇമ്പൾസീവായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ടോ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ ക്രമീകരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ദീർഘവീക്ഷണം നമുക്ക് നഷ്ടമായി പോകുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് ഒരു തലമുറയാണ്. ആ ഒരു തലമുറയിലേക്ക് അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതായത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്, ലോകത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രാർത്ഥിച്ചിരിക്കുക എന്ന് മാത്രമല്ല, അത് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു സാമൂഹ്യ അവബോധത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയമായ തലത്തിൽ നമ്മളൊരു തീർച്ചയായിട്ടും ഒരു പരാജയമായിരിക്കും. ഈ ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിൽ ക്രിസ്തു ലോകത്തോട് എടുക്കുന്ന അടയാളങ്ങളും ഉപമകളും എല്ലാം ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ആയത് എന്തുകൊണ്ടാണ്? അത്രമാത്രം പ്രകൃതിയുമായിട്ട് അടുത്ത് ജീവിച്ച ഒരാളാണ് ക്രിസ്തു. നമ്മളോ ഈ പറയുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ്. എനിക്കൊരു പക്ഷേ എനിക്ക് അച്ഛൻ പറയുമ്പോൾ തന്നെ അത് വളരെ ക്ലിയറാണ്. കാരണം നമ്മളിത് ചെയ്യുന്ന അല്ലെങ്കിൽ സഭ ചെയ്യുന്ന ധാരാളം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ആളുകൾ നമ്മളിലേക്ക് വരുമെന്ന് കാത്തു നിൽക്കാതെ ആളുകളുള്ള സ്ഥലത്തേക്ക് നമ്മൾ യേശുവിനെ കൊണ്ട് എത്തിക്കുക എന്ന് പറയണത്, അതിനകത്തൊരു വളരെ ക്രൂഷ്യൽ റോളാണ് ഇന്നത്തെ ഒരു മീഡിയയ്ക്കുള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് ടെക്നോളജീസും എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ, ഞാൻ വീണ്ടും അച്ഛൻ്റെ തിരിച്ചൊരു പേഴ്സണൽ സൈഡിലേക്ക് പോവുക. ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. പൊതുവേ ഈ പ്രത്യേകിച്ച് വൈദികരായ ആളുകൾ, ധാരാളം കലാകാരന്മാരായിട്ടുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ഇത് എനിക്ക് തോന്നുന്നു പറഞ്ഞ ഓരോ കാര്യം കേൾക്കുമ്പോൾ കുഞ്ഞുനാൾ മുതൽ അച്ഛന് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളും അതൊരു പക്ഷേ വളരെ കൃത്യമായ ഒരു ശുശ്രൂഷ മേഖലയായി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അച്ഛൻ്റെ ഈ ദൈവവിളി കാലഘട്ടത്തും പരിശീലന കാലഘട്ടത്തും ഒക്കെ ഇന്ന് വൈദികനായിരിക്കുമ്പോഴൊക്കെ ദൈവം ഒരു പ്രത്യേക കൃപ കൂടി തന്ന് അങ്ങനെ ഒന്ന് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലമാണ്. അച്ഛൻ വളരെ ഒരു കഴിവുള്ള കലാകാരനാണ്. ആ കഴിവ് ലോകത്തിലേക്ക് ദൈവം പല വിധത്തിലൂടെ ഒരു വലിയ ശുശ്രൂഷയായി ഇറക്കിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ചിന്ത, ഈ ദൈവം തമ്പുരാനിലുള്ള ഈ ആശ്രയത്വം നമ്മൾ മറന്നുപോകും. ചുമ്മാ ചോദ്യം കേട്ടോ, ആശങ്ക കൊണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് തകർച്ചകളും അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ പരാജയപ്പെടുത്ത ഒരുപാട് നിമിഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. എന്നെ കഴിഞ്ഞും കൂടുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കാൻ കാരണം തീർച്ചയായിട്ടും ദൈവം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാനെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം ഒരാളെ വിളിക്കുന്നത് പലപ്പോഴും ആളുടെ കഴിവ് നോക്കിയിട്ടൊന്നുമല്ല. രണ്ടാമത്, ദൈവം ഒരാളെ വിളിക്കുമ്പോൾ ആളുടെ കഴിവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ആളുടെ കൂടെ നിൽക്കും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവത്തിന് കൂടെ നിൽക്കും. ഏറ്റവും നല്ല ഉദാഹരണമാണ് സെയിൻറ്റ് പീറ്റർ. അപ്പോൾ സെയിൻറ്റ് പീറ്ററിനെ ദൈവം വിളിച്ചിട്ട് ദൈവം കൂടെ കൊണ്ട് നടന്നു, പത്രോസ്ലീഹയെ കൂടെ കൊണ്ടു നടന്നു. പത്രോസ്ലീഹ ക്രിസ്തുവിനെ മാനുഷികമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ പരാജയപ്പെടുത്തി കളഞ്ഞു. ക്രിസ്തു ഒരു മാനുഷിക നേതാവാണെന്നുള്ള രീതിയിലാണ് ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ദിവസം പത്രോസിനെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഉത്ഥാനത്തിന് ശേഷമെങ്കിലും പത്രോസിനെ കർത്താവ് പറഞ്ഞു വിടുമായിരുന്നു. കാരണം ഏറ്റവും ഒടുവിൽ പരീക്ഷയിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ട ഒരാളാണ് പത്രോസ്. പിന്നീട് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഈശോയ്ക്ക് പറയാം, പത്രോസേ, നീ പറഞ്ഞ കാര്യങ്ങൾക്കകത്തൊന്നും നീതി പുലർത്തിയിട്ടില്ല, അതുകൊണ്ട് എന്നോട് ചേർന്ന് നിന്ന, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ എന്നെ അടുത്ത് അനുഗമിച്ച, എൻ്റെ പീഡാസംഘങ്ങൾ അനുഗമിച്ച ഇയാൾക്ക് ഞാൻ പ്രമോഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ സഭയുടെ സ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്തു അത് ചെയ്തില്ല. അതാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത്, ഞാൻ പാപിയാണെങ്കിലും ഞാനായിരിക്കുന്ന രീതി, എൻ്റെ പാപത്തോടും എൻ്റെ നന്മയോടും കൂടി എന്നെ അറിയുന്ന ഒരാൾ ദൈവമാണ്. ആ ഒരു ബോധം എപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട്, എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നു ഞാനൊരു വിശുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്ന്. ആഗ്രഹമുണ്ട്, പക്ഷേ ആണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ചില സമയത്ത് നമ്മൾ വല്ലാതെ വീണു പോയേക്കാം. പക്ഷേ വീണാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ആ ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. തിരിച്ചു വരാൻ എപ്പോഴും സാധ്യതയുള്ളൊരു ദൈവം അടുത്തുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിവുകളെക്കുറിച്ച് പറഞ്ഞു. കഴിവുകൾ ഒരിക്കലും എന്നെ വേറെ രീതിയിൽ ആക്കിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കഴിവുകളെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യം, അത് ദാനമാണ്. പക്ഷേ ദൈവം നമ്മുടെ ഈ കഴിവുകളെല്ലാം ഉപയോഗിക്കണമെന്നും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കഴിവുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കണമെന്നില്ല. ഉദാഹരണം പറയാം, ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെ എടുക്കുക.
പ്രത്യേകിച്ച് മരുഭൂമിയിൽ ഈ പിശാച് ക്രിസ്തുവിനെ പ്രലോഭനത്തിന് വിധേയനാക്കുമ്പോൾ പറയുക, നീ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. ക്രിസ്തുവിന് ചെയ്യാമായിരുന്ന കാര്യമാണ്, കഴിവില്ലാഞ്ഞിട്ടല്ല, ക്രിസ്തു ചെയ്തില്ല. ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറയുന്നു. ക്രിസ്തുവിന് ചെയ്യാമായിരുന്ന കാര്യമാണ്, മാലാഖമാർ താങ്ങുമായിരുന്നു, ചെയ്തില്ല. അല്ലെങ്കിൽ നീ ഒരു നിമിഷം ഒന്ന് മുട്ട് കൊത്ത് ഞാൻ ബാക്കി എല്ലാം തരാം എന്ന് പറയുന്നു. പ്രലോഭിതനായി ചെയ്യാമായിരുന്നു, ചെയ്തില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾ കഴിവുകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളൊക്കെയുള്ള കഴിവെല്ലാം നമുക്ക് ആവശ്യമുള്ളപ്പോഴും നല്ല നമുക്ക് തോന്നുമ്പോഴൊന്നും എടുത്ത് ഉപയോഗിക്കണമെന്നില്ല. ചില സമയത്ത് എല്ലാ കഴിവുള്ള ഒരാൾ ഇതെല്ലാം മൂടി വെച്ച് അവിടെ ഇരുന്നാൽ മതി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിലൊരു പ്രാധാന്യമുണ്ട്. ചില സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതാണ് ദൈവത്തിൻ്റെ ഹിതം. അല്ല എൻ്റെ കഴിവുള്ളത് കൊണ്ട് ഞാനിപ്പോൾ നാളെ ഇറങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ആഘോഷമായിട്ട് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് അതൊന്നും സക്സസ് ആവണമെന്നില്ല. ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചില സമയത്ത് ചില കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുന്നു എന്നതുകൊണ്ടാണ്. കാരണം അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എപ്പോഴാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് എന്നൊരു തിരിച്ചറിയൽ മാത്രമാണ്. ചില സമയത്ത് ശുശ്രൂഷകർക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശസ്തിയിലേക്ക് എത്തിപ്പെടുമ്പോൾ അവർ ആ ശുശ്രൂഷയെ അവരെ കേന്ദ്രീകരിച്ചാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും ദൈവത്തിന് ഇൻസ്ട്രുമെൻ്റ് ആകാനുള്ള ഒരു പരിമിതി അയാൾ സൃഷ്ടിക്കുകയാണ്. അയാൾ പിന്നെ പോകുന്നത് ദൈവത്തിന് വേണ്ടി ചിന്തിച്ച് ദൈവത്തിൻ്റെ അംബാസഡറാണ് താനെന്ന് സ്വയം സ്ഥാപിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിൽ കൂടുതൽ നന്മ ചെയ്യാൻ പറ്റുക നമ്മുടെ ആ ഈഗോയെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൈവം പറയുന്ന സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. ഈ ഒരു കാര്യം എപ്പോഴും ഞാൻ ഹൃദയത്തെ സൂക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ ഒരു ചിന്ത അച്ഛനെ മുമ്പോട്ട് നയിക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമാണല്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണം മാത്രമാണെന്നുള്ള ആ ഒരു ചിന്ത അച്ഛനെ മുമ്പോട്ട് നയിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവാശ്രയത്വവും, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, അച്ഛൻ ആ ഒരു പ്രത്യേകിച്ച് ആ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അച്ഛനൊരു പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ തോന്നുന്ന ഒരു ഹൃദയം എന്ന് പറയുന്നത് അത് ദൈവത്തിന് മുമ്പ് തന്നെ ഉണ്ടാകുന്നതാണ്, വേറെ എങ്ങൊന്നും വരുന്നതല്ല എന്നൊരു ഷുവറാണ്. അച്ഛൻ ഇനി ധാരാളം സ്വപ്നങ്ങൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്, ധാരാളം കഴിവുകളുണ്ട്, ധാരാളം മേഖലകളുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ അച്ഛന് കിട്ടിയിട്ടുള്ള കോൺഗ്രിഗേഷനിലെ ഉത്തരവാദിത്വവും ഈസിലി അങ്ങനെ കിട്ടുന്നൊരു ഉത്തരവാദിത്തമല്ല, അത്രയും വലിയൊരു പോസ്റ്റിലുമാണ് അച്ഛൻ. ഇതൊക്കെ ആഗ്രഹങ്ങളൊക്കെ പ്രതീക്ഷകളൊക്കെ മുന്നോട്ട് വെച്ച് പോകുമ്പോഴും ദൈവം തമ്പുരാൻ അച്ഛനെ ഉടനെ തിരിച്ചു വിളിച്ചാൽ പോകാൻ സന്തോഷമായിരിക്കുമോ? ഈ മരണത്തെക്കുറിച്ച് അച്ഛൻ്റെ കാഴ്ചപ്പാടിന്. സാധാരണ രീതിയിൽ നമുക്കുണ്ടാകുന്നൊരു മാനുഷികമായിരിക്കുന്നൊരു പേടി എപ്പോഴും ഉണ്ട്. എനിക്കൊരു ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ഒരുക്കത്തോടെ മരിക്കാനായിട്ട് പറ്റണമെന്നുള്ളൂ. മരണം എന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അത് പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് തന്നെ. പക്ഷേ മരിച്ച ആരും എൻ്റെ നിന്ന് അകലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയം പപ്പയോട് ഇനി അധികം സമയമില്ല, ഇനി മരിക്കാൻ പോവാണെന്ന് പറയുന്നൊരു കാര്യമായിരുന്നു. അത് പറയാൻ എങ്ങനെയാണ് എനിക്കുണ്ടായ ഒരു സംഘർഷവും അതേ സമയത്ത് അത് പപ്പ അതിനെ എടുത്തതുമൊക്കെ. അപ്പോൾ ഈ അവസാനം വരെ കുറച്ചുകൂടി ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഫ്രാൻസിസ്കൻ അൽമായ സഭയോട് ബന്ധപ്പെട്ടൊക്കെ. അപ്പം ആ അവസാനം ഒരാഴ്ച മരിക്കുന്ന ഒരാഴ്ച മുമ്പ് പപ്പ ആ മരണത്തെ അംഗീകരിക്കുകയും ഞാൻ മരിക്കുമ്പോൾ എന്നെ മോർച്ചറിയിൽ കിടത്തരുതെന്നും എന്നെ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ വേഷം ധരിപ്പിച്ച് കിടത്തണമെന്നും ഒക്കെ കൃത്യമായി പറഞ്ഞ് ആണ് മരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മമ്മി മരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ തലേദിവസം പെട്ടെന്ന് മമ്മിക്ക് അസുഖം കൂടുതലായിട്ട് മരിക്കും എന്ന് തോന്നി. പെട്ടെന്ന് അത് കുറച്ച് കുറഞ്ഞ് അന്ന് രാവിലെ ഞാൻ മുട്ടുചിറ ഹോസ്പിറ്റലിൽ വെച്ചാൽ കുർബാന ചെല്ലാൻ വേണ്ടി പോയി. കുർബാനയിലെ സമയത്ത് ഫോണെല്ലാം ഓഫാക്കി വെച്ചിട്ടാണല്ലോ കുർബാന ചെല്ലുക. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഉടനെ എന്നോട് ഡയറക്ടർ പറഞ്ഞു, രോഗികൾക്ക് കുർബാനയും കൂടെ കൊടുക്കാമോ, അച്ഛൻ ഇത്തിരി പ്രായം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്നോട് കുർബാന കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ കുർബാനയും കൊണ്ട് പോവുകയാണ്. കുർബാനയും കൊണ്ട് പോയി വലിയൊരു ഇടനാഴി തുടങ്ങുന്ന ഒരു സമയം, ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് ഒരു ഇടനാഴിയുടെ സമയം എത്തുമ്പോഴത്തേക്ക് ഒരു നേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു, മമ്മി മരിക്കുവാണ്, വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കുർബാന എങ്ങും വെക്കാനായിട്ട് പറ്റത്തില്ല, ഇടനാഴിയാണ്, എങ്ങും വെക്കാൻ ആരുടെയും കൊടുക്കാൻ വേറെ അച്ഛന്മാരുടെ അടുത്തില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസാലയിൽ എന്ന് പറയുന്ന നോവലിൽ ഞാൻ നേരത്തെ എഴുതി വെച്ചിരുന്ന ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ബൈബിളിനകത്തുള്ള ഒരു, ഈ ദേശത്ത് നിനക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല, കർത്താവാണ് നിൻ്റെ ഓഹരി. ആ വാക്യം എന്തുകൊണ്ടോ എൻ്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ ഞാൻ ഓർത്ത്, മമ്മി മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുർബാനയും കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് വേറെ അച്ഛൻ വന്ന് എന്നെ ഇന്ന് കുർബാന വാങ്ങിച്ച് മമ്മിയുടെ അടുത്ത് ചെന്നു. മമ്മി ലാസ്റ്റ് ബ്രീത് ചെയ്തു, ഒറ്റ ശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. പപ്പ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു 10 ദിവസം മുമ്പ്, 12 ദിവസം മുമ്പ് എനിക്ക് തിരിച്ച് എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്തം കാരണം തിരിച്ച് റൂമിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പോയി കഴിഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരാമെന്നൊരു ധാരണയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, 1 മാസം കൂടെയൊക്കെ വലിയ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ സൂചിപ്പിച്ചു. അതേസമയത്ത് ചെന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പപ്പയുടെ അസുഖം കൂടി. എൻ്റെ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പപ്പയെ അവസാനമായിട്ട് ഒന്നുകൂടെ ജീവനോടെ കാണാൻ പറ്റുമോ എന്നൊരു ചിന്തയാണ്. കൊച്ചിയിൽ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ പെട്ടെന്ന് വരാൻ പറഞ്ഞു.
പക്ഷേ എൻ്റെ ലഗേജ് കിട്ടാൻ വേണ്ടി 1.5 മണിക്കൂർ താമസിച്ചു. എല്ലാവരുടെയും ലഗേജ് കിട്ടി കഴിഞ്ഞിട്ടാണ് ലഗേജ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആ ഒരു ആഗ്രഹം വിട്ടു. ദൈവം നിനക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പ്രൊവിൻഷ്യൽ ബസ്സിൽ നിന്ന് അച്ഛന്മാർ വന്നു, അച്ഛൻ വന്നു, കൂടെ വന്ന് അച്ഛൻ്റെ കൂടെ ഞാൻ നേരെ പോയി. അച്ഛൻ മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിച്ച് നേരെ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പപ്പായുടെ അടുത്ത് മുറിയിൽ വന്നു. പപ്പായുടെ തലയിൽ കൈവച്ചു. പപ്പ ലാസ്റ്റ് ബ്രീത് ചെയ്തു. ഒറ്റ ശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മരണമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു കവിത പോലെയാണ്. വേദനാജനകമാണ്, പക്ഷേ അതിനപ്പുറത്ത് വലിയൊരു ഡീപ്പായിരിക്കുന്ന ഒരു മീനിങ് മരണം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്നെ പല രീതി, ആരുടെ മരണമായാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിൽ ഞാൻ കാണുന്നുള്ളൂ. അതിനപ്പുറത്തൊരു വാതിൽപ്പടിക്ക് അപ്പുറത്ത് അവരെല്ലാവരും ഉണ്ട് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അച്ഛൻ പറഞ്ഞ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ്. ഈ ലോകത്തിൽ ഈ ദേശത്ത് നിനക്കൊരു ഓഹരി അവകാശമില്ല, കർത്താവാണ് നിൻ്റെ ഓഹരി. ആ ബോധ്യം അച്ഛനെ നയിക്കട്ടെ. ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ, അൽമാരുടെയും സന്യസ്തരുടെയും പ്രത്യേകിച്ച് വൈദികരുടെ ജീവിതത്തിലൊക്കെ ഈ ഒരു വലിയ ഓഹരിയെക്കുറിച്ചുള്ള ബോധ്യം കർത്താവിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ ഇടയാവുന്ന സാഹചര്യം ഉണ്ടാവട്ടെ. ശാലോം ടി വിയുടെ ജോഷുവ പ്രോഗ്രാമിൻ്റെ 2 എപ്പിസോഡിലും അച്ഛൻ്റെ ഈ വിലയേറിയ പങ്കുവെക്കലുകൾക്കും സജീവമായ സാന്നിധ്യത്തിനും ഒത്തിരി നന്ദി. താങ്ക് യു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതാ നമ്മെ വിളിക്കുന്നു, സാക്ഷികളാകുവാൻ. സ്വന്തം കുരിശുകൾക്ക് പിന്നിൽ അവൻ്റെ മുറിവേറ്റ കരം നമ്മെ താങ്ങി നടത്തുന്നു. സുവിശേഷ വയലിലെ കലപ്പയിൽ കൈവയ്ക്കുവിൻ, പിൻതിരിയാതെ മുന്നേറുവിൻ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ.